गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्रीगुरवे नमः। ഓം ശ്രീ സായിരാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ജൂലൈ 17, 2024. ഈശ്വരനെ അനുഭവിക്കുന്നതിനും സദാസമയവും അവിടുത്തോട് ചേർന്നിരിക്കുന്നതിനും നാം എന്താണ് ചെയ്യേണ്ടത്? സുശക്തമായ 4 നിർദ്ദേശങ്ങളിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുകയാണ് ഭഗവാൻ. പ്രേമസ്വരൂപരെ, സത്യത്തെ എല്ലായിടത്തും കണ്ടെത്താൻ കഴിയും. ആത്മാർത്ഥമായി അന്വേഷിച്ചാൽ അത് നിങ്ങൾക്കുള്ളിൽ പ്രകടമാകുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ആത്മാർത്ഥമായി കർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനെ അനുഭവിക്കാനും സാധിക്കും. നിങ്ങളുടെ ജീവിതത്തെ സാർത്ഥകമാക്കുന്നതിനും മനസ്സിനെ പരിശുദ്ധമാക്കുന്നതിനും 4 മാർഗങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ അന്തര്യാമിയായ ഈശ്വരനുമായി നിങ്ങൾക്ക് സദാ ബന്ധം പുലർത്താൻ സാധിക്കും. 1. ത്യജ ദുർജന സംസർഗം, അതായത് ദുഷ്ടന്മാരുമായുള്ള ചങ്ങാത്തം ഒഴിവാക്കുക. 2. ഭജ സാധു സമാഗമ, അതായത് സജ്ജനങ്ങളുമായി ഇടപെടാനുള്ള എല്ലാ അവസരങ്ങളെയും സ്വാഗതം ചെയ്യുക. 3. കുരു പുണ്യ മഹോരാത്രം, അതായത് രാവും പകലും സത്കർമ്മങ്ങൾ ചെയ്യുക. 4. സ്മരനിത്യമനിത്യത, അതായത് നിത്യമായതിനെയും താത്കാലികമായതിനെയും തിരിച്ചറിയുകയും നിത്യമായതിനെ സദാ സ്മരിക്കുകയും ചെയ്യുക. സ്വന്തം പരിവർത്തനത്തിനായി പരിശ്രമിക്കാതെ മനുഷ്യൻ തൻ്റെ ദുഃഖങ്ങൾക്ക് ഈശ്വരനെ പഴിക്കുകയാണ്. താനൊരു ഭക്തനാണെന്നും ഉടൻ തന്നെ ഭഗവാൻ തന്നിൽ അനന്തമായ അനുഗ്രഹം ചൊരിയുമെന്നും വിശ്വസിക്കുന്ന അവൻ തൻ്റെ അസ്ഥിരമായ വിശ്വാസത്തെ പഴിക്കുന്നതിന് പകരം ഈശ്വരനെ പഴിക്കുകയാണ് ചെയ്യുന്നത്. അത്തരക്കാർക്ക് അനുഗ്രഹം അവകാശപ്പെടാനാവുകയില്ല. ഈശ്വരൻ സ്വയമേ ഒരുവനെ അവിടുത്തെ സ്വന്തമായി അംഗീകരിക്കുകയാണ് വേണ്ടത്. അതിനായി ഒരുവൻ തൻ്റെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് മൂല്യവത്തായ കാര്യങ്ങളെ വിലകിട്ടവയിൽ നിന്നും വിവേചിച്ചറിയണം. മറ്റുള്ളവർക്കായി നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കണം. ദുർജനങ്ങളിൽ നിന്നും അകന്ന് അവനെ പരിശുദ്ധനാകാൻ സഹായിക്കുന്ന സജ്ജനങ്ങളുടെ സൗഹൃദം തേടണം. നിങ്ങളുടെ മാർഗവും ഗുരുവും യജമാനനുമായി തീരാൻ ഈശ്വരനെ അനുവദിക്കുക. 1985 ജൂലൈ 2 ഭഗവാൻ നടത്തിയ ദിവ്യപ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്ക് വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിരാം.